ഈ ചിത്രം കണ്ടിറങ്ങുമ്പോൾ പല രംഗങ്ങളും ഗ്രഹിപ്പിച്ചു. പ്രത്യേകിച്ച് ആ മതിലേക്ക് എന്നുള്ള സോങ്ങിന് മുമ്പായിട്ട് പുള്ളി ആ വെള്ളത്തിൽ നിന്ന് കെട്ടിയെടുക്കുന്ന സീനുണ്ടോ, അത് കഴിഞ്ഞപ്പോൾ സോങ് കൂടെ നമുക്ക് ശരിക്കും നമ്മൾ കരഞ്ഞു. നമ്മൾ ജീവിതത്തിൽ പല വ്യക്തികളും ഇങ്ങനെ കാണും, ഈ ടോപ്പിൽ നിന്ന് വന്നിട്ട് പെട്ടെന്നൊരു മനുഷ്യൻ്റെ അധപ്പതനം, അത് ഭാര്യയായിട്ട് അഭിനയിച്ച ക്യാരക്ടറും നമ്മൾ കരയിപ്പിച്ചു കളഞ്ഞു. പല രംഗങ്ങളിൽ ഒരു സ്ത്രീയുടെ അവസ്ഥ നമ്മൾ അവർ ആലോചിക്കും. അത് ആക്ച്വലി റിയൽ ആയിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് കായൽമാരെ നമുക്ക് കാണാം. അതായത് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം ഫാമിലിക്ക് വേണ്ടി, എന്നാ അവരോടുള്ള ലവ് ഉണ്ട്, അപ്പോൾ കമ്പാഷൻ ഉണ്ട്. സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ വഴക്കിടേണ്ടി വന്നത്. ആള് നന്നാകുമെന്നുള്ള പ്രതീക്ഷയാണ്, പക്ഷെ ഒബ്വിയസ്ലി അഡിക്ഷൻ ആണ് വിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെന്ന് വിശ്വസിക്കുന്നു. വിനോദേട്ടന്റെ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ വിനോദേട്ടന്റെ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണിത്. വിനോദേട്ടൻ ഇതുപോലെ ജീവിച്ച് നടന്ന ഒരാളാണ്. കഴിഞ്ഞൊരു 4 വർഷം മുന്നേ ആണ് ആള് കള്ളുകൂടി നിർത്തി ഈ പടത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുന്നേ അപ്പോൾ ചേട്ടൻ എപ്പോഴും കായലിന്റെ ക്യാരക്ടർ പറയുമ്പോഴും വൈഫിനെ മോളിനെ എപ്പോഴും കമ്പയർ ചെയ്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണലാവും. ബിക്കോസ് ഇത് റിയൽ ആളുടെ ഒരു സ്റ്റോറിയാണ്. ആളിങ്ങനെ നടന്നിട്ടുണ്ട്, 50 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് വേദനകരമാണ്. ഇതിൽ കാണുന്ന പോലെ ജീവൻ എങ്ങനെ അത് ഓവർകം ചെയ്ത് വന്നു, വിനോദേട്ടനും ഓവർകം ചെയ്ത് വന്നു. അപ്പോൾ ഈ പടം വിനോദേട്ടൻ്റെ എന്താ പറയുക ഷിയർ ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ അതിനും അല്ല, പ്രതിയുടെ ക്യാരക്ടർ പല സ്ത്രീകളെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകൾക്കും ഇത് കാണുമ്പോൾ പ്രതിയായിട്ട് ഈ അനുഭവം വന്നിട്ടുണ്ട് അല്ലേ? അതെ, പല കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് കാണിച്ചിരിക്കുന്നത്. മദ്യപാനത്തിൻ്റെ ഒരു തീക്ഷ്ണത, അത് ഒരു കുടുംബം തന്നെ താറുമാറായിട്ട് ഒരു മനുഷ്യന് എത്ര അതപ്പതിപ്പിക്കാമോ അത്ര രീതി വന്നിരിക്കുകയാണ്. എനിക്കിത് കാണുന്നൊരു മെസ്സേജ് തന്നെയാണ് പടത്തിൽ ശരിക്കുന്നത്. അത് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അനുഭവം, ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അഡിക്റ്റാവുന്നൊരു ഇതാണ് കഥയാണ് പറയുന്നത്. എങ്ങനെ ആവരുത്, ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത് എന്നതാണ് കാണിക്കുന്നത്. കൊള്ളാം, കണ്ടിരിക്കാം, നല്ലൊരു മൂവിയാണ്. അതും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ കുഴപ്പമില്ല. വളരെ നല്ല ഫിലിം, വളരെ നല്ല ഫിലിം. ലാസ്റ്റ് കരയിപ്പിച്ച്. ഇല്ല ഇല്ല, പക്ഷേ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. നല്ലൊരു മൂവിയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ, ഞാൻ വളരെ നല്ല ഒരു മൂവി, വളരെ നല്ല ഒരു മെസ്സേജ് നൽകുന്ന ഒരു ചിത്രം. വളരെ നാളിന് ശേഷം മലയാളത്തിലെ പുതിയ ചിത്രങ്ങളൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മദ്യപിക്കരുത് എന്ന് പറയുന്ന ഒരു വെറുതെ ഇങ്ങനെ ഒരു പറയുന്ന ഒരു സംഭവമല്ല, ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലല്ലാണ്ട് ഒരു മദ്യത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നു, അയാളുടെ നമ്മൾ ആ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. അവസാനമാണ് അതിൻ്റെ ആ മനുഷ്യൻ ഏതെല്ലാം രീതിയിലാണ് മദ്യത്തിലേക്ക് പെട്ടുപോകുന്നത് എന്ന് അവസാനം മനസ്സിലാകുന്ന ഒരു വലിയൊരു തിരിച്ചറിവ്. മദ്യത്തിൽ വീണ ഒരുപാട് കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ അകാലത്തിൽ മൃതിയടഞ്ഞിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരാൾക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ ഈ സത്യമാണ് ദൈവത്തിന്. കാരണം ചേട്ടൻ പെർഫോമൻസ് ഇല്ലേ, ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് സിനിമയിൽ, കുറച്ച് കഴിയുമ്പോൾ എന്നെ പോലെ ആയി മാറുന്നു. ഈ മദ്യപാനികളോട് ഒരു കാര്യം പറയാണ്ട്, ഈ സിനിമ ജീവൻ എന്ന് പറയുന്ന സിനിമ വിനോദ് നാരായണന്റെ പടം കണ്ടു കഴിഞ്ഞാൽ മദ്യപാനം നിർത്തും, ഉറപ്പായിട്ട് നിർത്തും അല്ലേ? പല കുടുംബങ്ങളും തകർന്നു പോയി, കാരണം മദ്യപാനം കണ്ട് പല കുടുംബങ്ങളും തകർന്നു പോയി. അവർക്കൊരു എന്താ പറയുക ലൈഫ് തിരിച്ചു കിട്ടും, കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന യഥാർത്ഥ ലഹരി ജീവിതമാണ്. അതാണ് ഗംഭീരം. ഓക്കെ, ഇന്റർവ്യൂ നടക്കട്ടെ.